എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ പ്രവാസിയും തൻ്റെ കുടുംബത്തിന് സമ്മാനിക്കുന്നത് കാത്തിരിപ്പിൻ്റെ നീണ്ട ഒരു കാലയളവാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടും തിരികെ എത്താൻ കഴിയാത്ത പ്രവാസികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും നിസ്സഹായതയാണ് ഞങ്ങളെ ഇവിടെ തുടരാൻ പ്രേരിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒറ്റപ്പാലം സ്വദേശി അക്ബർ അലിയെക്കുറിച്ച് കഴിഞ്ഞ ഒരു മാസമായി വീട്ടുകാർക്കോ സ്പോൺസർക്കോ സഹപ്രവർത്തകർക്കോ ഒരു വിവരവും ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് നവയുഗം സാംസ്കാരിക വേദിയുടെ സഹായം തേടുകയായിരുന്നു. നവയുഗം പ്രവർത്തകർ തർഹിലിലും ആശുപത്രികളിലും പോലീസ് സ്റ്റേഷനിലും അന്വേഷണം നടത്തിയെങ്കിലും അക്ബറിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടാത്ത സാഹചര്യത്തിൽ പത്രങ്ങളിൽ വാർത്ത നൽകുകയായിരുന്നു. പത്രവാർത്ത കണ്ട് ഒരാൾ വിളിച്ചറിയിച്ചതനുസരിച്ച് ദമാമിലെ ഒരു പാകിസ്ഥാനി ഹോട്ടലിൽ പാത്രങ്ങൾ കഴുകുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അക്ബർ അലിയെ കണ്ടെത്തുകയായിരുന്നു. സുഹൃത്തുക്കളെ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അക്ബർ അലിയുടെ മാനസിക നില തകരാറിലായിരുന്നു. നവയുഗം പോർട്ട് യൂണിറ്റ് സെക്രട്ടറി സിറാജ് പനമണ്ണ് അക്ബർ അലിയുടെ സ്പോൺസറെ കണ്ട് അലിയുടെ അവസ്ഥ ബോധ്യപ്പെടുത്തി. നിജസ്ഥിതി മനസ്സിലാക്കിയ സ്പോൺസർ അക്ബർ അലിയുടെ എക്സിറ്റ് രേഖപ്പെടുത്തിയ പേപ്പറും പാസ്പോർട്ടും സിറാജ് പനമണ്ണിന് കൈമാറി. കഴിഞ്ഞ ദിവസത്തെ ജെറ്റ് എയർവേസ് വിമാനത്തിൽ അക്ബർ അലിയെ നവയുഗം പ്രവർത്തകർ നാട്ടിലെത്തിച്ചു. നവയുഗം മീന യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ മാലിൽ, ദമാം മേഖലാ സെക്രട്ടറി നവാസ് ചാനാങ്കര എന്നിവർ അക്ബർ അലിയെ നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇരുവൃക്കകളും തകരാറിലായി കഴിഞ്ഞ 3 വർഷങ്ങളായി ചികിത്സയിൽ കഴിഞ്ഞുവരുന്ന തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി അഷ്റ മൗലവിക്ക് ബുറൈദ KMCCയുടെ ചികിത്സാ സഹായം. ആഴ്ചയിൽ 2 തവണ ഡയാലിസിസിന് വിധേയനായി വരുന്ന അഷ്റ മൗലവി തുടർ ചികിത്സയ്ക്ക് വഴിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. ചികിത്സാ സഹായം KMCC ട്രഷറർ ബഷീർ വൈറ്റില ഫഹദിന് കൈമാറി. പ്രസിഡന്റ് ലത്തീഫ് തച്ചൻപോയിൽ, മൊയ്തീൻ കുട്ടി കൊതരി, സക്കീർ കൈപ്പുറം, നവാസ്, ബാജി ബഷീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രവാസലോകം നടത്തിയ കുവൈറ്റിലുള്ള സുലൈമാനെ കുറിച്ചുള്ള അന്വേഷണം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. എന്ത് കാരണം വീട്ടിൽ ഒരു പിണക്കവും ഇല്ല. 2 മക്കളുണ്ട്. എനിക്ക് 2 മോളാണ്. 2പേരെയും കെട്ടിച്ച്. സുലൈമാനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ കുവൈറ്റ് പ്രതിനിധി തോമസ് മാത്യു കടവിലും സുലൈമാനും തമ്മിലുള്ള അഭിമുഖ സംഭാഷണമാണ് ഇനി. നിങ്ങൾ കൈരളി TV-യിൽ ഈ പ്രവാസലോകം പരിപാടിയിൽ കണ്ടു കാണും. 2.5 വർഷം അല്ലെ 3 വർഷമായിട്ട് നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഒരു പൈസ പോലും അയക്കുന്നില്ല. അത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഭാര്യയുടെ പേരിൽ ഒരു പൈസ പോലും അയക്കാതെ അവർ ഏകയായിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നാക്കും ബഹളവും നമ്മുടെ ഒരു വാക്ക് പോലും അനുസരിക്കുന്നില്ല. നമ്മൾ ഗൾഫിൽ കിടന്ന് ഈ കഷ്ടപ്പെട്ട് കൊടുത്താൽ നമ്മൾ പറയുന്നതായ വാക്കുകൾ കേൾക്കണം. അതൊന്നും കേൾക്കത്തില്ല. അത് ഒന്ന്. പിന്നെ കേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേരിൽ. ഇപ്പം 3 വർഷം അവന് നാട്ടിൽ നിന്ന് വന്നിട്ട് 1.5 വർഷം ഞാൻ ചിലവിന് കാശ് അയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1.5 വർഷം കൊണ്ട് എനിക്ക് അയക്കാൻ കഴിയുന്നില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ല. ബ്ലഡ് പ്രഷറും ശ്വാസം മുട്ടും. ഡ്രൈവിങ് ചെയ്യാൻ പാടില്ല സാറേ. എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ ദൈവത്തിന് കേൾക്കാൻ പറയുകയാണ്. ഞാൻ ചെയ്യുകയാണ്. ഞാൻ അപ്പോഴപ്പോഴും എൻ്റെ മൈൻഡ് പോകുന്നുണ്ട്. ഇത് ഹൈപ്പർ ടെൻഷൻ എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറേലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഡ്രൈവറാണെന്ന്. പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. ഹോസ്പിറ്റലിൽ കൂട്ടുകാർ കൊണ്ടുപോയി. ഇപ്പോൾ വന്നേ ഉള്ളൂ. സാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് എനിക്ക് വയ്യ. എന്നിട്ടും അവർ പറഞ്ഞ ശരി ഞങ്ങളും കൂടെ വരാം. എന്തായിരുന്നാലും അവിടെ പോയി. മെസ്സിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ പറഞ്ഞു നിങ്ങളുടെ 2 കുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. ഓക്കെ, ആ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അവരെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പിതാവെന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യ പറയും പോലെ കാശുകൾ അയക്കുക. അവർ കാര്യങ്ങളെല്ലാം നടത്തിക്കോളും. എങ്ങനെയെങ്കിലും കാശുകൾ കിട്ടുന്നിടത്തോളം കടം മറിച്ച് അയക്കണം എന്നുള്ള ബഹളങ്ങളുണ്ടാക്കും. എപ്പോഴും അലപ്പും ബഹളവും. നമുക്ക് കിട്ടണ നിസ്സാര സാലറി. പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെറിക്കില്ല. മറ്റുള്ളവർ നമുക്ക് എതിരായിട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ട് പറയാം അവിടെ ആനയുണ്ട്, തൊരട്ടിയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറയും. എന്ത് കാര്യവും ഗൾഫിലുള്ളവർക്ക് ഒരു ഗൾഫിലെ ആളിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും അവരുടെ സകല കഥകളും അറിയാനും കഴിയുള്ളൂ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ കടങ്ങളും തീർത്തിട്ട് നാട് പിടിക്കണം. അതാണ് എൻ്റെ ഒറ്റ ആഗ്രഹം.
ഇന്ന് ഒരു ഗൾഫുകാർക്കും എന്നെപ്പോലെ ഒരു അവസ്ഥ ഉണ്ടാവില്ലെന്ന് ഞാൻ ദൈവത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ 1.5 വർഷം വരെ ഞാൻ ചെലവിന് എനിക്ക് വയ്യാതായി ഇപ്പം കൊടുക്കാൻ പറ്റാതായ സമയത്ത് ചാനലിലായി, കുടുംബശ്രീയിലായി, മന്ത്രിക്കായി, എംബസിയിലായി. പെണ്ണുങ്ങൾ ഇങ്ങനെ വെല്ലും വിളിച്ച് ഈ രീതിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് 57 വയസ്സുണ്ട്. ഞാൻ ഏത് രീതിയിൽ ഇതിനെപ്പറ്റി നോക്കും? എനിക്കിവിടെ കുറേ കടമുണ്ട്. 2 മക്കളെ ഞാൻ കെട്ടിച്ച് സ്വസ്ഥതായിട്ടുണ്ട്. എനിക്ക് 3 സെൻറ്റേ ഉള്ളെന്ന് ടി വിയിൽ ഭാര്യ പറഞ്ഞേക്കണം. എനിക്ക് 22 സെൻറ്റ് സ്ഥലം അവിടെ കിടപ്പുണ്ട്. ആര് വേണോ ഈ നാട്ടിലുള്ളവർ കണ്ടിരുന്നാലും നിങ്ങളെല്ലാവരും അതിനെപ്പറ്റി നോക്കണം. മദ്യപിച്ചെന്തൊക്കെ നടക്കുന്നു, മറ്റ് തെറ്റ് ചെയ്യുന്നു എന്ന് ചാനലുകാർ അന്വേഷിക്കാൻ പറഞ്ഞേക്കണം. എനിക്ക് 10-22 സെൻറ്റ് സ്ഥലമുണ്ട്. ഒരു 25 ലക്ഷം രൂപ വിൽക്കും. എനിക്ക് ഉള്ള കടം തീർക്കാൻ എൻ്റെ ഭാര്യ അതിൻ്റേതായ ഒരു ഇത് തരുമെങ്കിൽ ഞാൻ നാളെ വേണമെങ്കിലും ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് കയറി പോകാനും ഞാൻ തയ്യാറാണ്. ഞാൻ രോഗിയായിപ്പോയി. ഇവിടെ തന്നെ മരിച്ചാലും ഇവിടെ എടുത്ത് അടക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരേൽ പറഞ്ഞേക്കണം. കടം തീർന്നാലും തീർന്നില്ലെങ്കിൽ എന്ത് വന്നാലും വന്നില്ലെങ്കിലും. 2012 മാർച്ചിൽ തിരുപ്പതി ക്ഷേത്ര ദർശനത്തിനായി തൃപ്പൂണിത്തറയിൽ നിന്നും ഒരു തീർത്ഥാടക സംഘത്തോടൊപ്പം പോയ ബാലൻ രാത്രി താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. തിരുപ്പതി മുഴുവൻ ഇദ്ദേഹത്തെ അന്വേഷിച്ചറിഞ്ഞെങ്കിലും ഇന്ന് വരെ ഇദ്ദേഹത്തെ കണ്ടെത്തുവാനായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവും കാത്തിരിക്കുകയാണ് ഭാര്യയും 2 പെൺമക്കളും. ബാലൻ എന്താ സംഭവിച്ചു? പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. പുള്ളി ഇത്തിരി മദ്യപിക്കുമായിരുന്നു. അവിടെ ചെന്നപ്പോൾ 2-3 ദിവസം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ വീട്ടിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് പല പ്രാവശ്യം ഇറങ്ങിപ്പോകാനായിട്ട് നിന്ന്. ഈ ഇവരെ തീർത്ഥാടനത്തിന് കൂടെ പോയത് ഭക്തിയോടുകൂടി പോയതല്ലാണ്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയ പണിക്ക് വേണ്ടി പോയതൊന്നുമല്ല അല്ലേ? ആ ആളുകളുടെ കൂടെ അമ്പല ദർശനത്തിന് തന്നെയാണ് പോയത് അല്ലേ? തിരുപ്പതി ദർശനത്തിന് പോയതാണ് അല്ലേ? ഇതിനു മുമ്പും പോയിട്ടുണ്ടായിരുന്നു. ജോലിയുടെ ഭാഗമായിട്ട് പോയതല്ല. എന്ത് ജോലിക്കാരനാ ബാലൻ? കൂലിപ്പണിക്ക്. അപ്പൊ ബാലൻ മദ്യപിക്കുമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ ഫോൺ നമ്പർ ഒന്നുമില്ലേ വീട്ടില്? ഫോൺ നമ്പർ അതൊന്നും കാണാപ്പാടൊന്നും അല്ല. നമ്മൾ വിളിക്കണ കോള് എടുക്കുകയെന്നല്ലാണ്ട് തിരിച്ച് നമ്മളെ വിളിക്കുകയൊന്നുമില്ലായിരുന്നു. അതാ അവിടെ വെച്ച് ഫോണൊന്നും ഇല്ലായിരുന്നു. അവിടെ ഒക്കെ തിരുപ്പതിയിൽ ധാരാളം മലയാളികളുള്ളതല്ലേ? രാത്രി ഇറങ്ങിപ്പോയി അല്ലേ? രാത്രി മദ്യപിക്കാതെ ഇരുന്ന് ഒരു ബുദ്ധിമുട്ടൊക്കെ ഓവറായിട്ട് മതിക്കൂല. കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഇതായി പോയി. അവിടെ ഒക്കെ അന്വേഷിച്ചു. ഞങ്ങള് രാത്രി ഫുൾ അന്വേഷിച്ചു. പിന്നെ 2-3 ആഴ്ചയോളം ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഈ നിറച്ചും ചെറിയ ഇടവഴി അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ വഴി അന്വേഷിക്കുമ്പോൾ ആളപ്പുറത്തെ വഴി പോയി നമുക്ക് കാണാൻ പറ്റാത്തൊരു ഇതാണ് അങ്ങനത്തെ ഒരു. പിന്നെ അത് അമ്പലത്തിൽ നമ്മൾ താഴെ റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയയിൽ വന്നായിരുന്നു. തൊഴുതിട്ട് വന്നിട്ടാണ് അവിടെ വെച്ചാണ് കാണേണ്ടി പോയത്. പിന്നെ നമ്മളവിടെ പോലീസ് സ്റ്റേഷനിലും 2012 മാർച്ച് മാസം. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇദ്ദേഹം തനിച്ചാണല്ലേ? ആരും കൂടെ ഉണ്ടായിരുന്നു? അന്നേരം ഇപ്പം ഞങ്ങള് ഫാമിലി. പൈസ ഉണ്ടായിരുന്നു കയ്യില്? പൈസയൊന്നും ഇല്ലായിരുന്നു. ജോലിക്ക് പറ്റുന്ന ആളാണോ? ആ, ജോലിയൊക്കെ ചെയ്യും. തടിപ്പണിയാണ് ചെയ്യുന്നത്. 52 വയസ്സ്. അത്രേ ഉള്ളൂ? ശരിക്കും അധ്വാനിക്കുന്ന ഇതാണ്. തിരുപ്പതിയിൽ മലയാളികളുണ്ട്. നമ്മളെന്തായാലും കണ്ടെത്താൻ നോക്കാന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിയെ 2 പെൺകുട്ടികളാ? കല്യാണം കഴിച്ചു? അവരെ 2 കല്യാണം കഴിച്ചു. ഇദ്ദേഹം ഉള്ളപ്പോ തന്നെ കല്യാണം കഴിച്ചു? നിങ്ങൾ 2 പേരെ ഉണ്ടായിരുന്നല്ലോ വീട്ടില് സത്യത്തില് അല്ലേ? അല്ല, ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഒരു കുടുംബം. മോള് ഇവിടെ തന്നെ വീട് വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാത്തിനും പുള്ളി ഉണ്ടായിരുന്നതല്ല. മക്കളെ ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ വേറൊരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നു. അല്ല, അത് എന്തോ അവിടുന്ന് പോയി വഴി തെറ്റി പോയി ഉണ്ടാവും. അതാണ് ഭാഷ മെയിൻ ആയിട്ടൊരു പ്രശ്നം. നമുക്ക് മറ്റുള്ളവരോട് അങ്ങനെ തുറന്ന് ഇച്ചിരി മലയാളികളാണെങ്കിൽ ശരിക്കും തുറന്ന് സംസാരിക്കും. ബാലൻ പാവംകുളങ്ങര പ്രദേശത്ത് നിന്ന് ആണ് തിരുപ്പതിക്ക് പോയത്. എന്തോ ചില നിർഭാഗ്യം കൊണ്ടാണ് അവിടെ നിന്ന് പോയി. പിന്നെ എവിടെയാണെന്ന് നിശ്ചയമില്ലാതെ. മലയാളം മാത്രം നിശ്ചയമുള്ള ബാലൻ ആരോഗ്യദുരിതകാത്തനായിട്ടുള്ള ഒരാളാണ്. നല്ല ആരോഗ്യമുള്ള ആളാണ്. പക്ഷേ 2 വർഷമായിട്ട് ഇതുവരെ വീട്ടിലെത്തിയില്ല. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ പോയി പല പ്രാവശ്യം അന്വേഷിച്ചു, പോലീസിൽ അന്വേഷിച്ചു, പല രീതിയിൽ അന്വേഷിച്ചു, ഒരു വിവരവും കിട്ടിയില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ അവസാനമായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. തിരുപ്പതിയിലുള്ള മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തെ അവിടെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കുടുംബത്തെ വിവരം അറിയിക്കണം.
ബാലനോട് ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ബാലിന് നമ്പർ അറിയില്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളെല്ലാ സഹായങ്ങളും ചെയ്തു തരാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ എന്ത് സഹായങ്ങളും ചെയ്തു തരാം. അതുകൂടാതെ ഏതെങ്കിലും മലയാളികൾ സുഹൃത്തുക്കൾ ബാലനെ കാണുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് അയക്കാനുള്ള ഇത് ചെയ്യണം. പാവം, ഭാഷ ഒന്നും അറിയാത്ത ഒരാളാണ്. വഴിതെറ്റിപ്പോകുന്ന മനുഷ്യരുടെ കൂട്ടത്തിലാണ് ഞാൻ ബാലനെ പെടുത്തുന്നത്. ഒരു വഴി തെറ്റി സഞ്ചരിച്ചു പോയി അവിടെ നിന്ന് തിരിച്ചു വരാൻ നിശ്ചയമില്ലാത്ത സാധാരണക്കാരനായിട്ടുള്ള ഒരു മലയാളിയുടെ പ്രശ്നങ്ങളാണ് ബാലനെ നേരിട്ടുള്ളത്. ഒരു നമ്പർ പോലും തിരിച്ച് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറിവ് ബാലനുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ബാലൻ ഇങ്ങനെ അപ്രത്യക്ഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബാലനെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒക്കെ വലിയ ഒരു ആവശ്യവും ആഗ്രഹവുമാണ്. അതുകൊണ്ട് കഴിയുന്നതും വേഗം ബാലനെ അറിയുന്ന ഏതെങ്കിലും ആളുകൾ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാലൻ തന്നെ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ അടിയന്തരമായിട്ട് ഞങ്ങളെ വിളിക്കുക. ഞങ്ങളെല്ലാ സഹായങ്ങളും ചെയ്തു തരും. അല്ലെങ്കിൽ വീട്ടുകാരെ വിളിക്കുക. നിങ്ങളെ കുടുംബങ്ങളാണ് ഞങ്ങൾ വന്നിട്ട് ഇരിക്കുന്നത്. ഒരു വിഷമവും കരുതേണ്ടതില്ല. ഒരു എന്താ പറയുക, എങ്ങനെയാണ് വീട്ടുകാരെ അഭിമുഖീകരിക്കുക എന്നൊക്കെ മനോവിഷമൊന്നും വേണ്ട. ബാലൻ സന്തോഷമായിട്ട് തിരിച്ചു വരിക, കുടുംബത്തോടൊപ്പം യോജിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. എല്ലാവരും കാത്തിരിക്കുകയാണ് ബാലൻ വരണം. ശരി. 2013 ജൂലൈയിൽ മാർത്താണ്ഡത്ത് നിന്നും ഇലക്ട്രിക്കൽ ജോലിക്കെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുവൈറ്റിലേക്ക് റിക്രൂട്ട് ചെയ്ത മൈക്കിൾ, സാജൻ എന്നിവർ എത്തിപ്പെട്ടത് സൗദി അറേബ്യയുടെ അതിർത്തിയിലുള്ള കുറേ കൃഷിത്തോട്ടങ്ങളിലാണ്. ഇവർക്ക് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ സാധിച്ചിട്ടില്ല. മൈക്കിളിനും സാജനും എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇവരെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയാതെയും വിഷമിക്കുകയാണ് ഇവരുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ. മൈക്കിളിനെ കുറിച്ചും സാജനെ കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ആരാ കൊണ്ടുപോയത് മൈക്കിളിനെ സാജനെ? நாகர்கோவில். ஆமாம், நாகர்கோவில். அது ஸ்கைலைன் இன்டர்நேஷ்னல் ஏற்பிச்சுட்டாரு. ஸ்கைலைன் இன்டர்நேஷ்னல் இருக்குல்ல, அவங்க காரக்கோணம். അവരാണോ? ട്രാവൽ ഏജന്റ് ആണോ? ട്രാവൽസ്. അവരാണോ കൊണ്ടുപോയത്? അവരെന്താ പറയുന്നത് ഇപ്പോൾ? അവർ 2 ദിവസത്തിൽ വരും, 10 ദിവസത്തിൽ കൂട്ടിയിട്ട് വരാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അപ്പടിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. എംബസിയിലും കംപ്ലൈന്റ് കൊടുത്തു. ആര് കൊടുത്തു? തിരുവനന്തപുരത്ത് നമ്മൾ രണ്ടുപേരും കൊടുത്തു. ആ, അപ്പോൾ ഇവരെ കൊണ്ടുപോയത് പിന്നെ ഇലക്ട്രിക്കൽ ഇതിനാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ ഈ നമ്മൾ ആട് ജീവിതത്തിന്റെ പോലെ കൊണ്ടുപോയി. അതാണ് സംഭവം ഉണ്ടായത്. അവന് ഒട്ടകവും എൻ്റെ മോന് കോതമ്പിന് വെള്ളം അടിക്കാൻ. അപ്പൊ ഈ ആളുകൾ എന്ത് പറയുന്നത്, ഈ സ്കൈലൈൻകാര്? അവര് ഒന്നും പറഞ്ഞില്ല, എങ്ങനെ தெரியாது. ഇവങ്ങൾക്ക് വേറെ ഏജന്റ് നിറയെ ഇരിക്കും. അല്ല, അവരാണല്ലോ കൊണ്ടുപോയത്. അവരോട് ചോദിച്ചില്ലേ തിരിച്ചു കൊണ്ടുവരാൻ? അവര് പറയണ ഈ പണിക്കല്ല, ഞങ്ങള് ഈ പണിയാണെന്ന് അറിഞ്ഞൂടാ നമുക്ക്. അത് അവരെ ഉത്തരവാദിത്തമാണല്ലോ. ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുപോയി ഈ തെറ്റായ രീതിയിൽ ഇതാവാണല്ലോ. നിങ്ങൾ അതിന് നടപടി ഒന്നും സ്വീകരിച്ചില്ല. ഞാൻ പോയി കേട്ടോ അവൻ്റെ അടുത്ത്, ഇലക്ട്രീഷ്യൻ വേലയ്ക്ക് തന്നെ നിന്റെ മകനെ വിടണമെന്നാണ്. ഇലക്ട്രീഷ്യൻ വേലയ്ക്കാണ് വിടണമെന്നാണ് പറഞ്ഞത്. അല്ല, അത് ശരി. അല്ല, ഇവരെന്താ ഇങ്ങനെ തെറ്റായ രീതിയിൽ ചെയ്യാൻ കാരണം? സ്കൈലൈൻ അതറിയത്തില്ല. യു നെവർ ആസ്ക്ഡ് ഹിം why? நான் கேட்ட கொஞ்சம் இல்லை, கரெக்டான வேலை தான். இல்லைங்க, அவங்களை நாங்கள் திருச்சி வீட்டுக்கு விட 2 ദിവസത്തിൽ விടാം, 3 ദിവസത്തിൽ വിടാം, 1 മാസം ടൈം വേണം. അവിടെ പറഞ്ഞ് ഇത്ര നാൾ നിങ്ങൾ എംബസിയിൽ കംപ്ലൈന്റ് ചെയ്തു? സൗദി അറേബ്യയിൽ ചെയ്ത് ഉമ്മൻചാണ്ടിന്റെ അടുത്ത് പോയാണ്? ഒന്ന് പോയി നോക്കിയപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കുന്നത് നല്ലതാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ കൂടെയാണ് ഇതിന്റെ കൂടെ ഉണ്ട്. തമിഴ്നാട്ടിലാണോ അതോ ഇതിലാണോ അവര്? തമിഴാ. അവിടെ എംബസിയിലെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ SP ഓഫീസിലെ എവിടെ? തിരുവനന്തപുരത്ത് SP ഓഫീസിൽ ഇവർക്കെതിരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൈലൈനെതിരെ ഇവരും കൂടെ വന്നത്. നിങ്ങൾ നമ്മളെ മുഖ്യമന്ത്രി വന്നാ? അവരും വന്നാ കൂടെ? അവരെന്ത് പറഞ്ഞു? അവർ ഒന്നും പറഞ്ഞില്ല. അടുത്ത് ഇന്നലെ 2 ദിവസത്തിൽ വരും, 1 മാസത്തിൽ വരും. അവിടെ പറഞ്ഞ് നല്ല നീട്ടി. അപ്പൊ ഈ സ്കൈലൈൻ ആർക്ക് വേണ്ടിയിട്ട് അത് റിക്രൂട്ട് ചെയ്ത്? അങ്ങനെ വേണ്ടി. ആർക്ക്? ആ വിസ കൊടുത്തത് ഇന്നൊരാൾ, അമാനുള്ളാണ് ഒരാൾ. അയാൾക്ക് വേണ്ട. അമാനുള്ള എന്ത് പറയുന്നത്? അമാനുള്ള ഒന്നും പറഞ്ഞില്ല. நான் இதுக்கு வந்து ஒன்றும் பண்ண மாட்டேன், அவன் செத்தாலும் இருந்தாலும் எனக்கு பிரச்சனை இல்லை அப்படின்னு சொன்னான். ஆளை கண்டிட்டில்ல. அவர் சொல்லியாரு, எனக்கும் உனக்கு சம்மந்தம் இல்லை, ஸ்கைலன் காரனுக்கும் உனக்கு தான் சம்மந்தம், நீ வீரண்டினம் பார்த்தா போதும் அப்படின்னு, என்கிட்ட நீ கேட்க வேண்டிய அவசியம் இல்லை அப்படின்னு சொல்லி. அமான் இல்லை, அவர் ஃபாரின்ல தான் இருக்கு, குவைத்தில் இருக்கு. குவைத்தில் அவர் இருக்காரு. அவருக்கு விசா கொடுத்த ஆள் ஒரு போலீஸ் பெரிய ஆஃபீஸர். அவர் வந்து 60,000 ரூபாய்க்கு சவுதிக்கு விட்டு
രണ്ടുപേരുടെ അടുത്ത് 1,20,000 രൂപ വാങ്ങിച്ചിട്ട് സൗദിയിൽ ബാർഡറിൽ കിടക്കും. ലോകം പ്രവർത്തകരോടും പ്രേക്ഷകരോടും കൂടിയാണ്. മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന ആധുനിക അടിമ വ്യാപാരത്തിൻ്റെ ഇരകളാണ് ഇവിടെ പ്രതിപാദിക്കുന്ന മൈക്കിളും സാജും. തെറ്റായ രീതിയിൽ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി അടിമസമാനമായിട്ടുള്ള തൊഴിലിലേർപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുകയും അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന പുതിയ രീതി പഴയ അടിമ കാലഘട്ടത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നോം ചോംസ്കി പശ്ചിമേഷ്യയെക്കുറിച്ച് പറയുന്നത് ആധുനിക അടിമത്തം നിലനിൽക്കുന്ന നാട് എന്നാണ്. അത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ള കൃത്യമായിട്ട് നമ്മളെ ധരിപ്പിക്കുന്ന 2 വ്യക്തികളുടെ കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുക. അവരുടെ കുടുംബങ്ങളാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഇവർ തമിഴ്നാട്ടുകാരാണ്, പക്ഷെ അവർ വഞ്ചിക്കപ്പെടുന്നു, അവരെ കൊണ്ടുപോകുന്നതൊക്കെ തിരുവനന്തപുരത്തുള്ള ആളുകളാണ്. അവർ ഇവിടുത്തെ SP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്, ഇതിൽ എംബസികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത്തരത്തിൽ വളരെ ഹീനമായ രീതിയിൽ കബളിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒട്ടേറെ വലിയ തോതിൽ പ്രഭാഷണം നടത്തുന്ന ഭരണകൂടങ്ങൾ പ്രവാസത്തെക്കുറിച്ചും അവരുടെ സംരക്ഷകരെക്കുറിച്ചൊക്കെ ഒട്ടേറെ പ്രഭാഷണങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തൊക്കെ. അവരോട് പറയാനുള്ളത് ഈ അടിമ വ്യാപാരത്തിനെതിരായിട്ട് നിങ്ങൾ അധികാരത്തിലിരിക്കുന്നവർ നടപടിയെടുക്കണം. ഈ ആളുകളെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം എംബസിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സാധാരണക്കാരായിട്ട് തൊഴിലന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്നവരെയും ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ഒരു രീതി കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഏതാണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഗൾഫിലുള്ളവരോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ പ്രവാസലോകം പ്രവർത്തകർ ഏതെങ്കിലും രീതിയിൽ ഈ സൗദി അറേബ്യയുടെ ഏതെങ്കിലും അതിർത്തിയിൽ കിടക്കുന്ന ആളുകളെ കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം എംബസി മുഖേന നടത്തണം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഇതിൽ വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കുട്ടികൾ 2 പേരും അവിടെയുള്ളവർ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അവരെ സൗദി അറേബ്യയിൽ നിങ്ങൾ ബന്ധപ്പെടണം. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരെ മുന്നിൽ അവതരിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള വഴിയുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിഷമിക്കേണ്ട അമ്മ, തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും. തീർച്ചയായിട്ടും. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ പരിപാടി തികച്ചും സൗജന്യമാണ്. കാണാതായ ആളിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ ടെലിഫോൺ നമ്പർ, അഡ്രസ് തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. ഗൾഫ് ജോലിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിലും നിരപരാധികളായ ഒട്ടേറെ മനുഷ്യർ ചതിക്കപ്പെടുന്നു എന്നത് അത്ഭുതം തന്നെയാണ്. മൈക്കിളിൻ്റെയും സാജിൻ്റെയും തിരിച്ചുവരവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവരെ കൊണ്ടുപോയ ട്രാവൽ ഏജൻസികൾക്ക് തന്നെയാണ്. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് UAE എക്സ്ചേഞ്ച് പ്രവാസലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.